ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെണ്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം. അതിന് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടത് ഉപ്പ്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയുമാണ്. അത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെണ്ട നാടൻ വെണ്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുക്കുക. വെണ്ടയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഒന്നെങ്കിൽ പലകയിൽ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കല്ലിൽ വെച്ചിട്ട് കുത്തിയിട്ടോ എങ്ങനെയാണെങ്കിലും അത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അത് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാനിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീനച്ചട്ടിയാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ, തീ വല്ലാതെ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ഇടാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് അതൊരു ബ്രൗൺ നിറത്തിൽ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ എരിവും പച്ചയൊക്കെ മാറി വരുന്ന സമയം വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് വേവണം. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തീ കൂട്ടണ്ട, കാരണം അത് കരിഞ്ഞു പോകാൻ സാധ്യത, മുളക് പൊടിയൊക്കെ വെളിച്ചെണ്ണയിൽ ആയതുകൊണ്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും ലോ ആയിട്ട് തന്നെ, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണ്ട, ആ രീതിയിൽ തന്നെ അതിനെ ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാവധാനം ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് ആ കൂട്ട് മുഴുവൻ അതിലേക്ക് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടതില്ല, കാരണം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അത് ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് പാകത്തിനാണോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് കുറച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ച് ഇങ്ങോട്ട് വെക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. വെണ്ട കഴിക്കാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ഭക്ഷണത്തിന് കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഭക്ഷണമൊക്കെ എന്തായാലും കഴിക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് വെണ്ട. അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും അത് കഴിച്ചോളും എന്നുള്ള ഉറപ്പാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ചേർക്കുക.